ഒന്നും പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പശ്ചിമേഷ്യ. അത് ആക്രമണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആണവ വികിരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും പ്രവാസികളുടെ നിലനിൽപ്പിന്റെ ജീവിതത്തിന്റെ കാര്യത്തിലാണെങ്കിലും പല മേഖലകളുമായിട്ട് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. മിഡിൽ ഈസ്റ്റ് ആകെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് 19 സൈനിക താവളങ്ങളുണ്ട്. നാവിക താവളവും അതോടൊപ്പം തന്നെ വ്യോമ കര സേനയുടേതൊക്കെ ആയിട്ടുള്ള താവളങ്ങൾ 19 എണ്ണമുണ്ട്. ഏറ്റവും അധികം സൈനികരുള്ള ഒരു മേഖല എന്ന് പറയുന്നത് കുവൈറ്റ് ആണ്. കുവൈറ്റിൽ ഏതാണ്ട് 13,500ഓളം അമേരിക്കൻ സൈനികരുണ്ട്. ഖത്തറിൽ ഏതാണ്ട് 10,000ഓളം പേരുണ്ട്. ഇവിടെ UAE-യിലാണെങ്കിൽ 3,500 മുതൽ 5,000 വരെ സൈനികരുള്ള താവളം UAE-യിലുണ്ട്. ഇങ്ങനെ എല്ലാ മേഖലകളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. മാത്രമല്ല ഇന്ത്യ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഏറ്റവും അധികം ഇന്ധനം വരുന്നത് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ്. ഇറാനും UAE-യും ഒമാനും കൂടെ അതിർത്തി പങ്കിടുന്ന ആ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് ഏറ്റവും അധികം എണ്ണക്കപ്പലുകൾ വരികയും ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഇറാനിൽ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ മുൻപ് തന്നെ ഇറാൻ പറഞ്ഞിരുന്നു ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരുമെന്ന്. അത്തരത്തിലൊരു നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ആ മേഖലയിലേക്ക്, ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള ആ മേഖലയിലേക്കെല്ലാം, ദക്ഷിണ കൊറിയ അടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് ഇന്ധനം വരുന്നത്, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഇന്ധനം വരുന്നത് നിലയ്ക്കും. അതാണ് ഏറ്റവും വലിയൊരു ആശങ്ക.